ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ ദിവസം അക്ബറിനെ കുറിച്ച് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടു കാണും. കാണാത്തവർ ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഹെഡിങ് എങ്ങനെയാണ്? അക്ബർ ഗ്രൂപ്പ് ലീഡർ ആണോ അതോ മാൻഡ്രേക്ക് ആണോ? ഇതാണ് അവരുടെ ചോദ്യം. അവര് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ആരാണ് ശരിക്കുള്ള അക്ബർ? ഈ ശരിക്കുള്ള അക്ബറിനെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, അക്ബർ വലിയൊരു പ്ലെയർ ആണോ? ഇപ്പൊ പുറത്തായി പോയില്ലേ, കുറെ ആൾക്കാർ പുറത്തായി പോയി. അതിനേക്കാൾ ബെസ്റ്റ് പ്ലെയർ ആണോ അക്ബർ? ഒരിക്കലുമല്ല. ഈ ഗെയിമിനെ വിലയിരുത്തുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പുറത്തായി പോയ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി പുറത്താകാൻ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ, ഇന്ന് ചിലപ്പോൾ പുറത്താകാം, നാളെ പുറത്താകാം, അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ഇപ്പോഴും അവിടെ നിൽക്കുന്നവര്, അതിലൊക്കെ ബെറ്റർ പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷെ എന്താണ് അക്ബറിന് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അക്ബറിന് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് തന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പറ്റും, സത്യത്തെ കള്ളമാക്കാൻ പറ്റും, അതുപോലെ ഒരാളുടെ മൈൻഡ് സെറ്റിനെ നിയന്ത്രിക്കാൻ കഴിയും. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതെല്ലാം നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന അക്ബറിനെ. അവരുടെ ചോദ്യം കൃത്യമാണ്. മാൻഡ്രേ കാണോ എന്ന് ചോദിക്കാൻ കാര്യം, അക്ബറിന്റെ കൂടെ ചേരുന്നവരെല്ലാം പുറത്തു പോകുന്നുണ്ട്. എന്തുകൊണ്ട് അക്ബർ പുറത്തു പോകുന്നില്ല? അക്ബർ പുറത്തു പോകാത്തതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. മുന്നേ എവിക്റ്റായി പോയ, പലരെക്കാൾ മുന്നേയും പോകേണ്ട ആളാണ് ഈ പറയുന്ന അക്ബർ. അതുപോലെ തന്നെ ഈ അക്ബറും ആര്യനും ഒക്കെ വെളിയിലാകുമെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഈ പറയുന്ന ബി എന്ത് ചെയ്തത്, കുറച്ച് വൈൽഡ് കാർഡിനെ അകത്തോട്ട് കയറ്റിവിട്ടത്. എന്നിട്ട് ഇവരെ നിർത്തിക്കൊണ്ട് തന്നെ വൈൽഡ് കാർഡിനെ നൈസായിട്ട് പുറത്താക്കിക്കൊണ്ടേയിരുന്നു. അതിൽ കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു നിന്നത് വേദലക്ഷ്മിയും ഈ പറഞ്ഞ സാബുമാനുമാണ്. എന്തുകൊണ്ടാണ് വേദലക്ഷ്മി അവിടെ നിന്നതെന്നും സാബുമാൻ എന്താണ് അവിടെ നിന്നതെന്നും ഒക്കെ നമുക്കറിയാം. അവരെയൊക്കെ ഒരു നേർച്ചക്കോഴികളായിട്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും അവിടെ സാബുമാൻ നിൽപ്പുണ്ട്. എന്തോ ഭാഗ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന അക്ബറിന്റെ കൂടെ ചേരുന്നവർ നെഗറ്റീവ് ഗെയിം കളിക്കുമ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടി, അത് എല്ലാ സീസണിലും നടക്കുന്നതാണ്, മറ്റുള്ള ഫാൻ ബേസ് ഉള്ളവര് തിരിച്ച് വോട്ട് ചെയ്യും. ഇത് നമ്മളെല്ലാവരും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അക്ബറിന്റെ കൂടെ ചേരുന്നവരെല്ലാം പുറത്തു പോകുന്നത്. അപ്പൊ മാൻഡ്രേക്ക് തന്നെയാണ്, ശരിക്കും ഒരു ജൂനിയർ മാൻഡ്രേക്ക് തന്നെയാണ്. കാരണം ഇതിന് നല്ല പ്ലെയേഴ്സ് എല്ലാം വെളിയിൽ പോകുന്നു. പിന്നെ വെളിയിൽ പോകുന്നവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, മാൻഡ്രേക്കിന്റെ പിടിയിൽ ഞങ്ങൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഔട്ടായതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവർ വെളിയിൽ വന്നിരുന്നുകൊണ്ട് സ്റ്റോറി ഇട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ തീർക്കുന്നു. PR-കളാണ് ഞങ്ങളെ പുറത്താക്കിയെന്ന് പറഞ്ഞ് കരയുന്നു. എത്ര PR നോക്കിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ കളിക്കുന്ന ഒരു ഗെയിമുണ്ട്. ആ ഗെയിമിനെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജനങ്ങളുടെ വോട്ട് തീർച്ചയായിട്ടും ഇതിനൊരു സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. അപ്പൊ ആ വോട്ട് ഇവർക്കൊന്നും കിട്ടാൻ ഇവര് തന്നെ അവിടെ നെഗറ്റീവ് ഗെയിം കളിച്ചു, പുറത്തായി. അത്രേ ഉള്ളൂ. കാരണം അക്ബർ. ഞാൻ പറഞ്ഞ കാരണം അക്ബർ തന്നെയാണ്. എന്തായാലും ഏഷ്യാനെറ്റിന്റെ ആ വീഡിയോ എനിക്ക് വയ്ക്കാൻ പറ്റില്ല, ഞാൻ അതിന്റെ വോയിസ് കേൾപ്പിക്കാം. നമുക്ക് പറഞ്ഞു പോവാം. ഷാനവാസ്, അനീഷൻ ഇവരുടെ എല്ലാം ഫാൻ ബേസിന് ഒരു പരിധിവരെ കാരണമായതും അക്ബറാണ്. പക്ഷെ സ്വന്തം കാര്യത്തിൽ ആ ഫാൻ ബേസ് ഉണ്ടാക്കാനോ നിലനിർത്താനോ അക്ബറിന് കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം. അത് തന്നെ, അതാണ് ഒരു വിരോധാഭാസം. കാരണം കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, അനീഷ്, ഷാനവാസ്, അനുമോള് ഇവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുക്കാൻ മൂല കാരണമായത് ഈ അക്ബർ തന്നെയാണ്. ഈ അക്ബറിന്റെ ഗ്രൂപ്പിസമാണ്. അക്ബറിന്റെ കൂടെ ചേർന്നവർ ഇവർക്കെതിരെ നെഗറ്റീവ് ഗെയിം കളിക്കാൻ തുടങ്ങി. കാരണം മാനിപ്പുലേഷൻ. അക്ബർ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ വെച്ച് ഗെയിം കളിച്ചു. ഇവരെന്ത് ചെയ്തു? എടുപിടി നിന്ന് ചാടി. അക്ബർ എന്തോ വലിയ സംഭവമാണ്, അക്ബറിന് അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാലോ. അപ്പൊ അക്ബർ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഇവർ അക്ബറിന്റെ വശത്ത് നിൽക്കുകയും അക്ബറിന്റെ വശത്ത് നിന്നുകൊണ്ട് അപ്പുറത്തോട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എന്തായാലും ഇവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മളല്ലേ 24/7 കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പുറത്തുള്ള ഈ ഷാനവാസ്, അനീഷ്, അനുമോള് ഇവരെ പോലുള്ളവർ അവിടെ എന്താണ് ഗെയിം കളിക്കുന്നതെന്ന് 24 അവർ അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളാണ്. അപ്പൊ ഇവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടോ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് നമ്മളാണ്. അപ്പം ഈ പറഞ്ഞ അക്ബറിന്റെ വലയിൽ വീണ് അക്ബർ ഓരോന്നിനും പ്രസ് ചെയ്ത് വിടുമ്പോൾ ഇവര് പോയിട്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, അവരെ കോർണർ ചെയ്യുന്നു. ആ സമയത്ത് എന്ത് പറ്റി? പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നടന്നു. ഈ പറയുന്ന 3 പേർക്കും ഫാൻ ബേസ് അതുപോലെ കൂട്ടിക്കൊടുക്കാൻ അക്ബറിനെ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ അക്ബറിന്റെ കൂടെ ഉള്ളവരെ പുറത്താക്കാനും അക്ബറിന് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അക്ബർ ഇവരെയൊക്കെ വെച്ച് മൈൻഡ് ഗെയിം കളിക്കുമായിരുന്നു, ഈ പുറത്തായവരെ വെച്ചിട്ട്. അക്ബറിന് വെല്ലുവിളി ആയിരിക്കാം ഇവരെല്ലാം. ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ഗ്രൂപ്പും അക്ബറിന്റേത്. അക്ബർ, അപ്പാനി ശരത്, ഒരു പരിധിവരെ ആര്യ. ഇതായിരുന്നു ഈ സീസണിലെ ആദ്യത്തെ ഗ്രൂപ്പ്. സത്യത്തിൽ ഇവിടെ തന്നെയാണ് അക്ബറിന് കാലിടറിയത് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാക്കിയ ഈ ഗ്രൂപ്പ് അക്ബറിന്റെ മൊത്തം ഗെയിമിനെയും നെഗറ്റീവായി ബാധിച്ചു എന്നതാണ് വാസ്തവം. അതാണ് കറക്റ്റ്. അവിടെ വന്നുടനെ തന്നെ അപ്പാനി, ആര്യൻ, ഈ പറയുന്ന അക്ബർ, ഇവരായിരുന്നു ഒരു ഗ്രൂപ്പ്. നമ്മളെല്ലാരും കണ്ടതാണ്. അങ്ങനെ അക്ബർ അപ്പാനിയെ കുരുതി കൊടുത്തു. അതിനുശേഷം ആര്യൻ കൂടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ആര്യന്റെ കുരുതിയും ഏകദേശം നടന്നെന്നൊക്കെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ ബിന്നി,
ബിന്നി ഫുൾ ടൈം ഇവരുടെ കൂടെയായിരുന്നു. ഈ ബിൻസി, ഈ ഇവിടെ കിടന്ന് കരയുന്ന സ്റ്റോറി ഇട്ട് ഇപ്പോഴും കരയുന്ന പലരും ഈ പറയുന്ന അക്ബറിന്റെ കൂടെയായിരുന്നു. അവരെല്ലാം കുരുതി കൊടുക്കാൻ അക്ബറിന് പറ്റി എന്നുള്ളതാണ്. ഞാനത് അക്ബർ അത് വെച്ചൊരു ഗെയിം കളിക്കുന്നു എന്നാണെങ്കിൽ അക്ബർ നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ പറയും. ബീൻ ബാഗിൽ ഇരുന്നുകൊണ്ട് ഗെയിം കളിക്കുന്ന ആൾ. അപ്പോൾ അക്ബറിനെ കൊണ്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ആദ്യമേ അക്ബർ അവിടെ ഒരു ഗ്യാങ് ഉണ്ടാക്കി. ആ ഗ്യാങ്ങിന്റെ കളികളെല്ലാം നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ഡേ മുതൽ ഇങ്ങോട്ട് മുന്നോട്ടെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പാനിയും അക്ബറും കൂടി ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു ഗെയിം. അതിനുശേഷം ആര്യൻ കൂടി ഇവർ 3 പേരും കൂടി ചേർന്ന് ഒരു ബുള്ളിംഗ് ഗാങ് ഉണ്ടായി. ആ ബുള്ളിംഗ് ഗാങ്ങുകൾ പിന്നെ ഈ ബുള്ളിംഗ് ഗാങ് ആയിട്ട് തന്നെ ഈ ചേരുന്നവർ ബുള്ളിംഗ് ആയിക്കൊണ്ടേ ബുള്ളി ചെയ്യാൻ തുടങ്ങി മറ്റുള്ളവരെ. അങ്ങനെ ഇതിന് ബുള്ളിംഗ് ഗാങ് എന്ന് തന്നെ പേര് വീണു. ഇപ്പം ഗുണ്ടകൾ എന്ന് വരെ പേര് വീണു. കാരണം ഇതൊന്നും പി ആറിന്റെ കളികളൊന്നുമല്ല. വെളിയിൽ കിടന്ന് കൂവുന്നവർക്ക് പലതും പറയാം, പി ആറുകളാണ് ചെയ്യുന്നത്. പി ആറുകൾ എന്താണ് ചെയ്യുന്നത്? മാക്സിമം അവരുടെ കണ്ടന്റുകൾ അല്ലെങ്കിൽ അവർ അതിനകത്ത് കാണിക്കുന്ന ഇഷ്യൂസ് എടുത്തു വെച്ചിട്ട് അവർ പോസ്റ്റ് ഉണ്ടാക്കി അവർ വീഡിയോയിലൊക്കെ ഇതൊക്കെ കയറ്റി വെച്ച് അവർ വിടും. ഇപ്പം അനുമോളുടെ വീഡിയോ എടുത്തിട്ട് അതിനെ നെഗറ്റീവായിട്ട് പറയുന്ന എത്ര പേരുണ്ട്? അതുപോലെ തന്നെ അക്ബറിന്റെയും എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് പി ആർ വർക്ക്. അല്ലാതെ ഇവര് പറയുന്ന പോലെ ലക്ഷങ്ങൾ മുടക്കി 16 ലക്ഷം 18 ലക്ഷം. എനിക്ക് എപ്പോഴും ചിരി വരുന്ന കാര്യം എന്ന് പറയാമോ, ഈ പറഞ്ഞ അനുമോള് 16 ലക്ഷം ഒക്കെ മുടക്കി എന്ന് പറയുമ്പോൾ അവർ പറയുന്നതിന് ഒരു ലോജിക്ക് ഇല്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരിയാണ്. ഇപ്പോഴും പലരും സ്റ്റോറി ഇട്ട് കരയുന്നത് എന്താണെന്ന് വെച്ചാൽ പി ആറുകൾക്കായിരിക്കും ഇപ്രാവശ്യം കപ്പ് കൊടുക്കുന്നത്. ഈ സീസൺ അങ്ങനെ ആയിപ്പോയി, നല്ല ഡിസർവിംഗ് ആയി കപ്പ് എടുക്കാൻ വേണ്ടിയുള്ളവരെല്ലാം പുറത്തായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോ എല്ലാ സീസണിലും കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ സ്റ്റോറി ഇടുന്നവർ പ്രത്യേകം ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ കപ്പ് വാങ്ങിക്കാൻ യോഗ്യരായിരുന്നോ എന്നുള്ളതാണ്. ഈ സ്റ്റോറി ഇടുന്ന അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കരഞ്ഞു മെഴുകുന്ന ആരെങ്കിലും എപ്പിസോഡുകളോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത ആൾക്കാരോട് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയുമെന്ന് അറിയാമോ? നിങ്ങൾ വലിയ ഗെയിമർ ആയിരുന്നേ പറയൂ. ഒരിക്കലും നമ്മളുടെ മുഖത്ത് നോക്കി ഒരാളും നമ്മുടെ നെഗറ്റീവ് പറയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ നേരത്തെ ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ താഴോട്ട് പോയി ആ കമന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് നെഗറ്റീവ് ആയത് എന്നുള്ളത്. അതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാൾ സ്റ്റോറി ഇടുന്നു, ഞങ്ങൾ പി ആറുകൾക്കാണ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആണെങ്കിൽ അനുമോൾക്ക് കപ്പ് കൊടുക്കത്തില്ല, ഷാനവാസിന് കപ്പ് കൊടുക്കത്തില്ല, അനീഷിന് കപ്പ് കൊടുക്കത്തില്ല എന്നാണോ? ഇവര് 3 പേരിൽ ഒരാളെ കപ്പ് അടിച്ചില്ലെങ്കിൽ ബിഗ് ബോസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണെന്ന് വെച്ചാൽ ഇവര് 3 പേരിൽ ഒരാൾക്കേ കപ്പടിക്കാൻ യോഗ്യതയുള്ളൂ. വിമർശകര് പോലും അത് സമ്മതിക്കുന്ന കാര്യമാണ്. നിങ്ങൾ അവിടെ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ കരഞ്ഞു മെഴുകാം എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. എല്ലാ ദിവസവും ഉണ്ട് ഈ പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ. എന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അസൂയ കുശുമ്പ്, ഞങ്ങളെ അങ്ങ് പുറത്തു പോവുകയും ചെയ്തു. പക്ഷെ ഇവര് പുറത്തു പോയത് എങ്ങനെയാണ്? അത് ഏഷ്യാനെറ്റ് തന്നെ. നിങ്ങൾ ആ ഏഷ്യാനെറ്റിന്റെ ആ അക്ബറിനെ കുറിച്ചുള്ള പരിപാടി പോയി കാണൂ. നിങ്ങൾ പുറത്തായത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അവര് തന്നെ അക്ബറിനെയും ഈ പുറത്തവരെ എടുത്തു വെച്ച് നല്ല ഊക്കുന്നുണ്ട്. ആ ഗ്യാങ് ആദ്യം കോർണർ ചെയ്തതെങ്കിൽ പിന്നീട് അത് അനുമോളിലേക്ക് ഷിഫ്റ്റ് ആയി. വൈകാതെ ഈ കോർണറിന് ഒരു ബുള്ളി സ്വഭാവം ഉണ്ടാകാനും തുടങ്ങി. അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യത്തെ ബുള്ളി ഗ്യാങ് ആയി അക്ബർ, അപ്പാനി, ശരത് ആൻഡ് കോ. ഈ ബുള്ളിങ് തന്നെയാണ് അക്ബറിന്റെ പ്രധാന നെഗറ്റീവ്. എതിരാളികളോട് വളരെ അഗ്രസീവായാണ് അക്ബർ എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അത് അനുമോളായാലും ഷാനവാസ് ആയാലും അനീഷ് ആയാലും എല്ലാം ഈ അഗ്രഷൻ അക്ബറിന്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും ഉടനീളം. ഒരു ഗ്രൂപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് കളിക്കാൻ അക്ബർ ശ്രമിക്കാറില്ല എന്നതും വലിയ പോരായ്മയാണ്. അത് തന്നെ, ഗ്രൂപ്പ് ഇല്ലാതെ അക്ബറിന് ഒന്നും പറ്റത്തില്ല. എന്നുവെച്ചാൽ അക്ബർ ജോലി എടുക്കാൻ മടിയാണ്. അതുപോലെ തന്നെ ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാൻ ഭയങ്കര മടി പിടിച്ച ആളാണ്. അപ്പം തനിക്കൊരു ഗ്രൂപ്പ് വേണം. എന്ന് വെച്ചാൽ തന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തനിക്ക് അവിടെ സൂചിച്ചിരിക്കണമല്ലോ. അതിനാദ്യം ഉപയോഗിച്ചത് ആരെയാണ്? ജിസേലിനെ. അതുപോലെ തന്നെ ആര്യൻ, ഈ പറഞ്ഞ നെവിൻ, പിന്നെ ആരായിരുന്നു സ്റ്റോറി ഇട്ട് കളിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഡോക്ടർ ബിന്നി, കുത്തിത്തിരിപ്പ്, ശൈത്യ, അതുപോലെ തന്നെ റെന. നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അപ്പാനി. ഇവരെ എല്ലാം കൺട്രോളിൽ വെച്ച് പണി ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു അടുക്കളയിൽ കിച്ചണിലൊക്കെ ഇവരൊക്കെ ആണെങ്കിൽ തന്നെ അക്ബർ പോയി അവിടെ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് തട്ടി കൊടുക്കുന്നതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. പണി ചെയ്യാൻ ഇതുപോലെ മടിയാണ്. പക്ഷെ അവരെ എല്ലാം യൂസ് ചെയ്യാൻ ഈ അക്ബറിന് പറ്റി. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വെളിയിലിരുന്ന് കണ്ടുകൊണ്ടിരുന്ന നമുക്കെല്ലാം മനസ്സിലായി ഇതൊരു യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ബീൻ ബാഗിൽ ഇരുന്നുള്ള ഗെയിം കളി. അത് തീർച്ചയായിട്ടും അക്ബറിന് ശരിക്കും നെഗറ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ അക്ബർ അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ ഒരു ബുള്ളിങ് ഗ്യാങ് ആയിട്ട് ഇവരുടെ ഗ്യാങ് മാറി. എന്ത് സത്യസന്ധമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അവരും ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ്. ആ വീഡിയോ എന്തായാലും നിങ്ങൾ എല്ലാവരും കയറി ഒന്ന് കാണണം. ഇനിയും കുറെ ഉണ്ട്, നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിന് താഴെ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഇവൻ പാട്ടും പാടി ബിഗ് ബോസിൽ ചുറ്റി നടന്നാൽ മതിയായിരുന്നു, അവനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ അവന്റെ തനിക്കുണം പുറത്തെടുത്തു.
സർഗോയുടെ സഹായത്തിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പാട്ടും പാടി ശരിയാണ്, അവിടെ പാട്ടും പാടി ഒരു നോർമൽ ഗെയിം കളിച്ചു പോയിരുന്നതെങ്കിലും അക്ബർ അവിടെ ഒരു നല്ലൊരു പേരെടുക്കാമായിരുന്നു. പക്ഷേ അവിടെ തനി സ്വഭാവം പുറത്തു വന്നു. സത്യമാണ്, അക്ബറിന്റെ തനി സ്വഭാവം പുറത്തു വന്നു. അക്ബർ ഇങ്ങനെയാണ്. അക്ബറിന്റെ പറ്റി ഇപ്പൊ വെളിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ വെളിയിലും ഈ ഒരു ക്യാരക്ടർ ബാധിക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും ബാധിക്കും. അക്ബർ ഇങ്ങനെ തന്നെ ആയിരിക്കും. അക്ബർ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അക്ബർ മറ്റുള്ളവരെ വെച്ച് ബൂസ്റ്റ് ചെയ്ത്, അല്ലെ കൂട്ടുകാരെ ആയിരിക്കാം ബൂസ്റ്റ് ചെയ്ത് അവർക്കെതിരെ തിരിച്ചു വിടുമായിരിക്കാം. ഇനിയിപ്പം അവരുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. എന്നാൽ അകത്ത് നമ്മൾ കണ്ടിടത്തോളം അക്ബറിനെ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. പിന്നെ പറഞ്ഞ ഡയറക്ടറുടെ സഹായത്തിലാണ് നിൽക്കുന്നതൊക്കെ പറയുന്നു. അതൊക്കെ പരസ്യമായ രഹസ്യമാണ്. ഈ മൂന്നിനെയും കാണുമ്പോൾ തന്നെ ചിരി വരും. ലോക മണ്ടന്മാരായ ഗുണ്ടകൾ. സത്യമാണ്. നമ്മള് കീലേരി അച്ചു ഇല്ലേ, കീലേരി അച്ചു, 3 കീലേരി അച്ചുമാര് നമ്മൾ കണ്ടില്ലേ, മാമുക്കോയ കീലേരി അച്ചുമായിട്ട് വരുന്നത്. ഈ 3 പേരെന്ന് പറയുന്നത് ആര്യൻ, അക്ബർ, നെവിൻ. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ച കാണിച്ചു കൂട്ടിയതെല്ലാം ഇതുപോലെ ബുദ്ധി കെട്ടവന്മാരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇവരെന്തോ ബുദ്ധി കൂടിയവരായിട്ടാണ്. അതുപോലെ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നിട്ട് ന്യായീകരിക്കുന്ന ന്യായീകരണം, ഇവർ 3 പേര് ന്യായീകരിക്കാൻ മിടുക്കന്മാരാണ്. എത്ര തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കും. ശരിക്കും ന്യായീകരിച്ച് ലാലേട്ടനെ തന്നെ കൺഫ്യൂഷൻ ആയിക്കളയും. പക്ഷെ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ചൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അക്ബറിനെ തഴുകി തലോടി വിട്ടിട്ടുണ്ട്. അതിന്റെ കാരണവും നമുക്കറിയാം. ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ 2 ആഴ്ച കൂടെ ഉള്ളൂ. ഇനി എത്ര തഴുകി തലോടി എന്ന് പറഞ്ഞാലും കൂടി വന്നാൽ ഇവർ അക്ബറിനെ ടോപ്പ് 5 വരെ കൊണ്ടുവരും. അതിൽ കൂടുതലൊന്നും പോത്തില്ല, അതിൽ കൂടുതൽ മേളിട്ടില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും അവരുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കാം. ടോപ്പ് 5-ൽ വന്നെന്ന് പറഞ്ഞാലും അക്ബർ ഇറങ്ങുന്നത് പക്ക നെഗറ്റീവായിട്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത്രയും സീസണുകൾ കണ്ടവർക്കറിയാം, ഇത്രയും സീസണിൽ ഇത്രയും ബുള്ളിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാൾ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. ഈ സീസൺ 7-ലെ ഏറ്റവും നെഗറ്റീവ് പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ കൂടെ കൂടുന്നവരെ വരെ നെഗറ്റീവ് ആക്കുന്ന ഒരാളായിട്ട്, ഒരു നെഗറ്റീവ് എനർജി കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ അക്ബറിനെയാണ്. അത് സത്യമാണ്. നമുക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ അക്ബറിനോട് പേഴ്സണലായിട്ട് എനിക്ക് വിരോധമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ സീസൺ കണ്ട് വിലയിരുത്തുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ നമുക്കെന്താ അക്ബറിനെ നമുക്കറിയാം. ഈ പറയുന്ന ഈ പോയവരെ ആരെയും നമുക്കറിയത്തില്ല. പക്ഷെ ആ ഗെയിം അതിനകത്ത് എങ്ങനെയാണ് കളിക്കുന്നത് അത് നോക്കിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. എന്തായാലും ആ ഒരു സ്വഭാവം തന്നെയൊക്കെ ആയിരിക്കുമല്ലോ വെളിയിലും. വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല. ശരിക്കും ഒരു മാൻഡ്രേക്ക് തന്നെ പുള്ളിയോട് അടുത്തവരാണ് ഏറ്റവും കൂടുതൽ പുറത്തായത്. ഉണ്ടായിരുന്ന കഴിവുകൾ വിനിയോഗിക്കാതെ കുത്തിത്തിരിപ്പും മാനിപ്പുലേഷനുമായി തരം താഴ്ന്നു. അതാണ് സത്യമായ കാര്യം. ശരിക്കും ഒരു മാൻഡ്രേക്കാണ്. പുള്ളിയോട് അടുത്തോണ്ടിരുന്നവരാണ് എല്ലാവരും പുറത്തായത്. അതിന് അക്ബറിന് കഴിവുകളുണ്ട്, പക്ഷെ അതെല്ലാം നെഗറ്റീവ് കഴിവുകളായിട്ടാണ് ഈ അക്ബർ ഉപയോഗിക്കുന്നത്. അത് തന്നെ കുത്തിത്തിരിപ്പും മാനിപ്പുലേഷനും. ആ കുത്തിത്തിരിപ്പിൽ തന്നെ പെട്ടുപോയ ഒരുപാട് കുത്തിത്തിരിപ്പ് അറിയാലോ. കുത്തിത്തിരിപ്പ് ആരാണെന്നുള്ളത്. ശരിക്കും ഒരു കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമുക്കറിയാം, സ്റ്റോറി ഇട്ട് ഇപ്പൊ കളിക്കുന്നുണ്ട്, സ്റ്റോറി ഇട്ട് ഇപ്പൊ കുത്തിത്തിരിപ്പൊക്കെ നടത്തുന്നുണ്ട്. എവിടെ പോയാലും കുത്തിത്തിരിപ്പ്, പി ആർ എന്ന് പറഞ്ഞ് മെഴുകുന്ന ആ ഒരു കുത്തിത്തിരിപ്പിനെ നിങ്ങൾ കണ്ടു കാണും. അതാണ് സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ നല്ല ശരിക്കും എക്സ്പോസ് ആയ ഒരു കുത്തിത്തിരിപ്പ് ആ ആള് തന്നെയാണ്. ആളിനെ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായി കാണും. ഇത്രയും പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. യെസ്, ഷുവർ. ഇത് ആദ്യം ബിൻസി പോയത് മുതൽ നമ്മൾ പറയുന്നതാണ്. ഇവന്റെ വലയിൽ കുടുങ്ങിയവരൊക്കെ പുറത്തുപോയി. പിന്നെ അപ്പാനി, റെന, ജിസേൽ, ബിന്നി, ഇപ്പോ ആര്യൻ. അങ്ങനെ ചിരിക്കുന്നവരുണ്ട്. ശരിയാ. അപ്പം ഇതൊക്കെ പി ആറുകളാണോ ഈ ഇടുന്നത്? വേണേ പറഞ്ഞു കളയും, ഈ കമന്റ് ഇടുന്നവർ മൊത്തം പി ആർ ആണ്. ഇപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്താൽ അവര് പി ആർ, അനീഷിനെ സപ്പോർട്ട് ചെയ്താൽ അവര് പി ആർ, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്താൽ അവര് പി ആർ. പക്ഷെ അക്ബറിനെ ആരെയും നെവിനെയും സപ്പോർട്ട് ചെയ്താൽ അവർക്ക് പി ആർ ഒന്നുമില്ല. അയ്യോ പാവങ്ങള്. അവര് എന്തോ നല്ല ഗെയിമാണ് അവിടെ കളിക്കുന്നത്, എന്ത് നല്ല കുത്സിതമാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഇവര് മൂന്ന് പേരും അവിടെ എന്തോ ചെയ്താലും പി ആറുകളുടെ ബലത്തിലാണ്. ഈ പി ആറുകൾ എന്ന് പറഞ്ഞ കരയുന്നവരോട് എനിക്കൊരു പറയാനുള്ളത്, നിങ്ങൾ ഈ ഏഷ്യാനെറ്റിന്റെ ആണെങ്കിലും ഏഷ്യാനെറ്റിന്റെ പ്രൊമോ വരുന്ന ആ ഇതിലൊക്കെ താഴോട്ട് പോയിട്ട് നിങ്ങൾ ഒരു കമന്റ് നോക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കമന്റിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഫൈലിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരാണെങ്കിൽ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്തൊക്കെ ഉള്ളത്. ഈ പറയുന്നത് പോലെ വോട്ട് ഇങ്ങനെ ബൾക്കായിട്ട് മറിച്ച് ഒന്നും ഒരാളെ പുറത്താക്കാനൊന്നും പി ആറുകൾക്ക് പറ്റത്തില്ല. പറ്റുന്നവരുണ്ട്. അതെന്താണ് പറ്റുന്നുണ്ട് എങ്ങനെയാ വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഓരോ ഫാൻസ്, ഇപ്പൊ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫാൻ ബേസ് അത് സ്വന്തമായിട്ട് തുടങ്ങുന്നവരുണ്ട്, പി ആറുകൾ തുടങ്ങുന്നവരുണ്ടായിരിക്കാം. അതിൽ നിന്നും മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പൊ ഒരാൾക്ക് ഇന്ന ആളെ നമുക്ക് പുറത്താക്കണം, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിനെതിരെ കളിക്കുന്നതാണ്, അവരെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ളവർ അത് 1000 പേരുണ്ടെങ്കിൽ തന്നെ അതിൽ ചിലപ്പോൾ 100-300 പേര് ചെയ്യത്തില്ല. ചിലപ്പോൾ അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ അങ്ങനെ ചെയ്യൂ. ചിലർ അങ്ങനെ പോലും ചെയ്യാത്തവരുണ്ട്. ആ കണ്ടസ്റ്റൻസിന് മാത്രം വോട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒരു മാനിപ്പുലേഷന്റെ മേളിലൊന്നും ഒരു വോട്ടിംഗ് വലിയ തിരിമറി ഒന്നും നടത്തി ഒരാളെ ജയിപ്പിക്കാനോ ഒരാളെ തോപ്പിക്കാനോ ഒന്നും ആർക്കും പറ്റത്തൊന്നുമില്ല. പിന്നെ എവിക്ഷനിൽ അവരുടെ വോട്ടിംഗ് ഒരു
ഇപ്പൊ എവിക്ഷനിൽ വരാത്ത ഒരു മത്സരാർത്ഥിയാണെങ്കിൽ ആ മത്സരാർത്ഥിയുടെ വോട്ടുകൾ എവിടെയാണോ കേന്ദ്രീകരിക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അക്ബറിനെ കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മാത്രമല്ല, അവരും വിലയിരുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.